സാധാരണ നമ്മൾ വാർത്തകൾ എടുക്കുമ്പോൾ, അഭിമുഖങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും വിവാദങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും വാർത്തകളുടെ അപ്ഡേറ്റിന് വേണ്ടി അതിനൊക്കെ വേണ്ടിയിട്ടാണ് സാധാരണ അത്തരം ആളുകളെ വിളിച്ച് സംസാരിക്കാറുള്ളത്. പക്ഷേ സത്യസന്ധമായും ശരിക്കും ഒരാളിൻ്റെ സേവനത്തോട് ഏറ്റവും ആത്മാർത്ഥമായ ആദരവ് തോന്നിയപ്പോഴാണ് എന്നോടൊപ്പം ഇരിക്കുന്ന ഈ സഹോദരിയെ എനിക്ക് കാണണം, സംസാരിക്കണം എന്നാവശ്യപ്പെട്ടത്. പേര് തമീസ. ഞാൻ പരിചയപ്പെടുന്നത് വളരെ അവിചാരിതമായിട്ടാണ്. പാരാലീഗൽ വോളണ്ടിയർ എന്ന് പറയുന്ന നമ്മുടെ കോടതിയുടെ വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട ചില സേവന പ്രവർത്തനങ്ങളും അത്തരം ചില താല്പര്യങ്ങളും നോക്കുന്ന സവിശേഷമായ ഒരു ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ട്. ആ അതോറിറ്റിയുടെ എക്സിക്യൂഷൻ ഇതുപോലെയുള്ള ഈ പാരാലീഗൽ വോളണ്ടിയേഴ്സ് എന്ന് പറയുന്ന ചില സഹോദരന്മാരും സഹോദരിമാരും മനുഷ്യരുമാണ്. ചിലർ അതിലേറ്റവും ആത്മാർത്ഥതയോടെ ആത്മാവ് നൽകി പ്രവർത്തിക്കുന്നവരുണ്ട്. ചിലർ പേരിന് അല്പകാലം പ്രവർത്തിച്ച് മടങ്ങുന്നവരുണ്ട്. തമീസയ്ക്ക് ഈ സേവനത്തിനിടയിൽ ഒരു തവണ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാരാലീഗൽ വോളണ്ടിയറും 2 തവണ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും മികച്ച പാരാലീഗൽ വോളണ്ടിയറുമായി അവാർഡ് ലഭിക്കുകയുണ്ടായി. ഇത്തരം അംഗീകാരങ്ങൾ സാധാരണ നമ്മുടെ നാട്ടിൻപുറത്ത് ആരെങ്കിലും സവിശേഷമായ ചില കാര്യങ്ങൾ കൊണ്ട് ഇഷ്ടങ്ങൾക്ക് വേണ്ടി ചിലതിനു വേണ്ടി നൽകുന്ന ആദരവുകളല്ല, മറിച്ച് കൃത്യമായ അളവുകോലുള്ള ആർക്കും നിഷേധിക്കാനാവാത്ത സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള സംഗതിയാണ്. ഒരിക്കൽ ഞാൻ ഫോണിൽ സംസാരിച്ചപ്പോൾ ഞാൻ ഓർത്തുപോയത്, ഈ ദേവാലയങ്ങൾക്കകത്ത് പ്രാർത്ഥനകളുമായി കഴിഞ്ഞുകൂടുന്ന മനുഷ്യർക്കപ്പുറത്ത് മനുഷ്യരുടെ പ്രയാസങ്ങളും സങ്കടങ്ങളുമായി ഇത്തരം കർമ്മങ്ങളുമായി ഇറങ്ങുന്നവർ യഥാർത്ഥത്തിൽ അവരാണ് ആദരിക്കപ്പെടേണ്ടത്, അംഗീകരിക്കപ്പെടേണ്ടത്. അതുകൊണ്ട് തന്നെ തമീസയോട് ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് ആ സേവന പ്രവർത്തനങ്ങളോട് തോന്നിയ ഏറ്റവും വലിയ ഇഷ്ടവും സ്നേഹവും ആദരവുമാണെന്നുള്ളതാണ്. ഞാൻ പരിചയപ്പെട്ടത് ഒരു വൃദ്ധനായ പിതാവിനെ ഒരിടത്ത് ഉപേക്ഷിക്കേണ്ടി വന്ന ഒരു കുടുംബത്തിൻ്റെ അവസ്ഥയും അതിനെ തുടർന്ന് അവർ ഏറ്റെടുക്കാൻ വരാത്തതിൻ്റെ കഥയുമൊക്കെ കേട്ടുകൊണ്ടാണ്. അതുകൊണ്ട് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. തമീസ, നമസ്കാരം. ഞാൻ തമീസയായിട്ട് നമ്മൾ സംസാരിച്ച് തുടങ്ങുന്നത് കൊല്ലൂർവിള ജമാഅത്ത് എന്ന് പറയുന്ന ഒരു ജമാഅത്തിലെ അംഗമാണ് എന്ന തരത്തിൽ തെറ്റായി ഒരുപക്ഷെ അറിയുകയോ കേൾക്കുകയോ ചെയ്ത മിഥിലാജ് എന്ന് പറയുന്ന ഒരു വൃദ്ധനായ പിതാവിനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ മക്കളാരും അന്വേഷിച്ച് വരുന്നില്ല എന്ന് പറയുന്ന ഒരു സ്റ്റോറിയിൽ നിന്നാണ്. അത് എനിക്ക് കേട്ടപ്പോൾ ആദ്യം പ്രത്യേകിച്ച് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഇത്തരം മാതാപിതാക്കളെ ഉപേക്ഷിക്കലോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതൊക്കെ വളരെ വലിയ തെറ്റാണ് എന്ന് കരുതുന്നിടത്ത് ഇത്തരം ഒരു പ്രവൃത്തി അത് കേട്ടപ്പോഴാണ് ഞാൻ തമീസയോട് പിന്നെ കൂടുതൽ സംസാരിക്കേണ്ടി വന്നത്. എന്തായിരുന്നു അതിൻ്റെ അവസാനത്തെ ഒരു സ്ഥിതി? എന്താണ് അവസാനത്തെ സ്ഥിതി എന്ന് പറയുമ്പോൾ ഇവരെ നമ്മുടെ മെഡിക്കൽ കോളേജിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഇവരെ കൊണ്ടുവന്ന് നമ്മുടെ ജനറൽ ഹോസ്പിറ്റൽ 9-ാം വാർഡിൽ അഡ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഞാൻ അവിടെ പോകുന്നുണ്ട്. അവിടെ പോയി ഉപ്പായെ കണ്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, മക്കളെ, എൻ്റെ ജമാഅത്ത് കൊല്ലൂർവിള മുസ്ലിം ജമാഅത്താണ്, കൊല്ലം പള്ളിമുക്ക് കൊല്ലൂർവിള മുസ്ലിം ജമാഅത്തിലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ മക്കളുണ്ടോ, ഭാര്യയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഭാര്യയുണ്ട് നദീറ എന്നും, മക്കളുടെ പേരും 2 മക്കളുടെ പേര് പറഞ്ഞു തന്നുള്ളൊരു മകനും കൂടിയുണ്ട്. അപ്പോൾ ഇപ്പോൾ അത് ഇന്നലെ പറഞ്ഞു തന്നു, നജ്മൽ എന്നും കൂടി മകൻ്റെ പേരും കൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് ഷിബു റാവുത്തർ എന്ന് പറഞ്ഞ ആളിനെ ഇവിടെ കൊല്ലത്ത് വിളിക്കുന്നത്. അതെ സാർ, ഞാൻ അയച്ചു കൊടുക്കുന്നത്. സാറ് അതനുസരിച്ച് നമ്മളത് ചെയ്യുന്നതും എല്ലാവരും അറിയുന്നതും വന്നു സാർ. കഴിഞ്ഞ ഞാൻ 3 ദിവസത്തിന് മുന്നേ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. മകള് വന്ന് കണ്ടു. അപ്പോൾ ഞങ്ങൾ കോടതിയിൽ എല്ലാ ഓർഡറിനും കൊടുത്തിട്ടുണ്ട്. മകൾക്ക് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. എൻ്റെ ഹസ്ബൻഡിന്റെ കാല് മുറിച്ച് കിടക്കുന്നു. മകൻ ഒരു കാരണവശാലും ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല, വരാനും വില്ലിങ് അല്ല. പക്ഷേ ഇവരുടെ ഫോട്ടോ അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഫോട്ടോ കൊടുക്കാൻ പറ്റില്ല. മകനും വേറൊരു മകളും ഉണ്ട്. അവർ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. പക്ഷെ അവർക്ക് നാണക്കേടാകും, അതുകൊണ്ട് അവർ കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. എന്ന് പറയുമ്പോൾ കുഞ്ഞിലെ ഇവരെ നോക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ ഉപ്പ ഇവരെ നോക്കിയിട്ടില്ല, ഈ മകളെ മാത്രം ഡിഗ്രി വരെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. അതിലൊരു ഗുണപാഠമുണ്ട്. ജീവിതത്തിൻ്റെ നല്ല പ്രായത്തിൽ കുടുംബത്തെ നോക്കുക, അവരോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകമാണ്. അതിപ്പോൾ ഇല്ലാതെ 1, 2, 3 വിവാഹം കഴിച്ചു, പിന്നെ വേറൊരാളിനോടൊപ്പം പോയി അങ്ങനെയൊക്കെ സഞ്ചരിച്ചു കഴിഞ്ഞു. പല മക്കളും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ജന്മം നൽകിയത് കൊണ്ട് മാത്രം അച്ഛനാകുമോ വാപ്പയാകുമോ, ഞങ്ങളെ കൂടെ സംരക്ഷിക്കണ്ടേ എന്ന് ചോദിച്ചിട്ടുണ്ട് സാർ. ഇന്നലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ രക്ഷിക്കാൻ പോയപ്പോൾ സമീത എന്ത് മറുപടിയാ പറയാ? ഞാൻ പറയും, എനിക്ക് വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ലല്ലോ സാറേ. കാരണം എന്ന് പറയുമ്പോൾ ഒരു ഉപ്പ അല്ലെങ്കിൽ ഒരു അച്ഛൻ ഒരു ജന്മം നൽകിയിട്ട് അവരെ നോക്കാതെ പോകുമ്പോൾ
ലാസ്റ്റിൽ സങ്കടം കൊണ്ട് ഞാൻ പറയും ജന്മമെങ്കിലും നൽകിയല്ലോ എന്ന് ഞാൻ പറയും. ജന്മമെങ്കിലും നൽകിയല്ലോ, അത് തന്നെ അതൊരു കുറ്റമായി പോയി എന്നാണ് എനിക്കും തോന്നുന്നത് എന്ന് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞ് അവരെ പിന്നെ സമാധാനപ്പെടുത്തിയിട്ട് ഞാൻ വരും സാറേ. ഇത് ഇത്തരം കുറേ സംഭവങ്ങളെങ്കിലും ഉണ്ടാകാറുണ്ടോ ഇങ്ങനെ ഉപേക്ഷിച്ച് പോകുന്നവർ? ഒരുപാടുണ്ട് സാർ. ഒരു മാസം എത്രയെങ്കിലും ഇതുപോലെ ഈ മാതാപിതാക്കളെ ഉപേക്ഷിച്ച് പോകുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ഒരു വർഷം എത്ര പേരുണ്ടാവും? ഇപ്പോൾ തന്നെ നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിൽ ഞാൻ കയറിയത് 2022 ഞാൻ കയറിയിട്ടുണ്ട്. 2022 കയറിയപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട് സാറേ. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ പൊങ്കാലയുടെ തലേ ദിവസം ഒരു അമ്മ അവിടെ കൊണ്ടുവന്ന ഒരു മകൻ കൊണ്ടുവന്നിട്ട് സ്വന്തം മകനാണ് സാർ കൊണ്ടുവന്നിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ അടുത്ത വീട്ടിലുള്ള അമ്മയാണ് വീണ് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നത്. സ്വന്തം അമ്മയാണെന്ന് പറഞ്ഞില്ല സാർ. എന്നിട്ട് ഒരു മകളുണ്ട്, പഴയ വാർഡ് മെമ്പർ, മകളുടെ മകൾ എന്നാണ് പറഞ്ഞത് ആ അമ്മ. പഴയ വാർഡ് മെമ്പറാണ്, ഇവരുടെ അനിയത്തിയുടെ മകനാണ് ഓട്ടോ ഡ്രൈവർ. പക്ഷെ ആ പയ്യനും പറഞ്ഞ ബന്ധുവല്ല, ഞാൻ അടുത്ത വീട്ടിലുള്ള ഓട്ടോ ഡ്രൈവറാണെന്ന്. ഞാൻ ഈ അമ്മയടുത്തെല്ലാം സംസാരിച്ചപ്പോൾ അമ്മ പറയുന്നു, മക്കളെ ഞാൻ ഈ അനാഥാലയത്തിൽ കിടക്കേണ്ട ആവശ്യം എനിക്കില്ല, എനിക്ക് വീടുണ്ട്, സ്ഥലമുണ്ട്, എൻ്റെ സ്ഥലങ്ങളെല്ലാം എൻ്റെ 2 ആൺമക്കൾക്കും കൊടുത്തു, അവരെല്ലാം നല്ല ഹൈ ലെവലിൽ താമസിക്കുന്നുണ്ട്, എന്നെ എത്രയും പെട്ടെന്ന് എൻ്റെ വീട്ടിലെത്തിക്കണമെന്ന്. അങ്ങനെ ഞാൻ ഈ അഡ്രസ്സ് എടുത്ത് ആനാട് പഞ്ചായത്തിലാണ് സാർ. അവിടെ പോയി അന്വേഷിച്ചപ്പോൾ ശരി തന്നെയാണ്, അമ്മയ്ക്ക് സ്വന്തമായിട്ട് വീടുണ്ട്. ഈ മക്കള് വസ്തുവിൻ്റെ അതിരിങ്ങനെ അരികൂല സാറേ, അങ്ങനെ ഇറക്കി തിട്ടയായി പൊക്കത്തിലായി. ആ പൊക്കത്തിൽ നിന്ന് ഈ അമ്മ താഴെ വീണ് ഇടുപ്പല്ല് പൊട്ടിയതാണ് നമ്മൾ ജനറൽ ഹോസ്പിറ്റൽ 9-ാം വാർഡിൽ കൊണ്ടിട്ടത്. ലാസ്റ്റിൽ ഞാൻ ഇവരെ അന്വേഷിച്ച് പോയപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞാൽ നാട്ടുകാരെല്ലാവരും കൂടെ എന്നെ അടിക്കാൻ വരുന്നുണ്ട്, ഈ മക്കളുടെ പേരിൽ കേസ് എടുക്കണം. ഞാൻ കേസാക്കിയിട്ടാണ് ഞാൻ വരുന്നത്, ഈ അമ്മയും മക്കൾ സംരക്ഷിക്കുന്നില്ല, നിങ്ങൾ ഈ മക്കളുടെ പേരിൽ കേസ് എടുത്തില്ലെങ്കിൽ എൻ്റെ പേരിൽ അവർ കേസ് എടുക്കുമെന്ന് നാട്ടുകാർ പറയും. നാട്ടുകാർക്ക് ഈ പറയുന്ന പോലെ അങ്ങനെ നമ്മൾ ചെല്ലുമ്പോഴേ ഈ കേസ് ഉണ്ടാവുള്ളൂ, അല്ലാതെ ചെയ്യുന്ന കാണുമ്പോൾ അവർക്ക് ആർക്കും കേസൊന്നുമില്ല സാർ. അതെ. അപ്പം ഞാൻ പറഞ്ഞു ശരി, നിങ്ങൾക്ക് എന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോളി, ഞാൻ എന്തായാലും കേസാക്കിയിട്ട് വന്നതാണ്, അമ്മയുടെ മക്കളെ വിളിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു സാർ. അപ്പോൾ ഇളയ മകൻ്റെ വീട്ടിൽ പോകുമ്പോൾ വീട്ടിൻ്റെ 4 ചുറ്റും ക്യാമറ. അപ്പോൾ ഞാൻ ആ സൈറ്റിൽ പോയത് ഈ ഓട്ടോക്കാരനെ വിളിച്ചിട്ട് ആ മകൻ ചോദിച്ചു എന്ന് ഇവിടെ ആ വീട്ടിൽ നിൽക്കുന്നതായിരുന്നു. അപ്പം അത്രയ്ക്കും സുരക്ഷിതമായിട്ടാണ് സ്വന്തം വീട് സംരക്ഷിക്കുന്നത്, പ്രസവിച്ച അമ്മയെ സംരക്ഷിക്കുന്നില്ലെങ്കിൽ. അതാണ് സാർ. എന്നിട്ട് ഈ മകൻ ലാസ്റ്റിൽ പറഞ്ഞത്, മേഡം 2 ദിവസം കൂടെ അവിടെ കിടക്കട്ടെ, നാളെ എനിക്ക് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോകണം. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും പൊങ്കാലയ്ക്ക് നിങ്ങൾ പോകണ്ട, നിങ്ങളെ പൊങ്കാല ആറ്റുകാൽ അമ്മയ്ക്ക് വേണ്ട. സ്വന്തം പെറ്റമ്മയെ നോക്കാത്ത ആളുടെ പൊങ്കാല അമ്മയ്ക്കാണ് വേണ്ടത് സാർ. നമ്മൾ പൊങ്കാലയിടാൻ പോയില്ലെങ്കിൽ നമുക്ക് അറിയാമല്ലോ സാറേ അതിൻ്റെ മഹത്വം എന്താണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞ് ആ സ്പോട്ടിൽ തന്നെ മകനെ കൊണ്ടുവന്ന് ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് വാർഡിൽ ആക്കി, 9-ാം വാർഡിൽ നിന്നും വാർഡിലേക്കാക്കി, വാർഡിൽ ഒരാളിനെ വെച്ച് നോക്കുന്ന ഒരു സിറ്റുവേഷനിലാണ്. ഇങ്ങനെ വേണ്ടാത്ത ഒരു മകനോടോ മകളോടോ ഇപ്പോൾ ഈ അമ്മയെ കൊടുത്തു വിട്ടാൽ പിന്നെ അതുകൊണ്ട് എന്തായിരിക്കും അവന്മാർ പിന്നെ കൊണ്ടുപോയി നോക്കൂ സാർ. അത് കൊണ്ടുപോയി എന്തെങ്കിലും സംഭവിക്കും എന്നുള്ളൊരു ഭയം നമുക്കുണ്ട്. പക്ഷേ ഈ അമ്മയ്ക്ക് ഓപ്പറേഷൻ വേണം. അപ്പം അതുകൊണ്ടാണ് വാർഡിൽ മാറ്റി ഓപ്പറേഷൻ കഴിഞ്ഞു 3 ദിവസം ആയപ്പോൾ അമ്മ മരണപ്പെട്ടു. സന്തോഷം. അമ്മ അത് എൻ്റെ അടുത്ത് പറഞ്ഞതും അങ്ങനെ തന്നെയാണ്, മക്കളെ എങ്ങനെ കിടക്കുന്നതിനേക്കാളും ഞാൻ മരിക്കുന്നതാണ് നല്ലത്, പിന്നെ എൻ്റെ മക്കളെ കൂടെ എന്നെ വിടരുത്, എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ട് വിട്ടാൽ മതി എന്നാണ് ആ അമ്മ പറഞ്ഞത് സാർ. പിന്നെ ഈ അമ്മ മരണപ്പെട്ടപ്പോൾ ഈ മകന് അന്ന് ഞാൻ ഇതുപോലെ ഒരു പരാതി അന്വേഷിച്ച് പോയിരിക്കുകയാണ്. അപ്പോൾ എന്നെ വിളിക്കുകയാണ്, മേഡം ഇതേപോലെ എൻ്റെ അമ്മ മരണപ്പെട്ടെന്ന് പറഞ്ഞ് കരയാണ് സാർ. എനിക്ക് ഞാൻ ബസ്സിലായിരുന്നു, എനിക്ക് ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞു പെറ്റമ്മ അല്ല എന്ന് പറഞ്ഞിട്ട് ഇയാൾ കളഞ്ഞിട്ട് പോയതല്ല, ഇനി തനിക്കും നാളെ ഈ അവസ്ഥ വരാതിരിക്കണമെങ്കിൽ തൻ്റെ മക്കളെ നല്ല രീതിയിൽ നോക്കണം, അച്ഛനും അമ്മയാണ് ഇതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്, കരയണ്ട എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു. കരഞ്ഞു സാർ. അമ്മയല്ലെന്ന് പറഞ്ഞു കൊണ്ടുവന്ന് കിടത്തിയ ആളാണ് പിന്നീട് കരയുന്നത്. അതെ സാർ, അതെ. എന്നിട്ട് ഞങ്ങള് അനിയനെ വിളിപ്പിച്ചു, മറ്റേ അവനെ വിളിച്ചു. അപ്പോഴാണ് ഈ 16 സെന്റ്, അതായത് അമ്മ മക്കൾക്ക് കൊടുക്കാതിട്ടിരിക്കുന്ന വീട് സ്ഥലവും അതിന് കേസും കൊടുത്തിരിക്കുന്നു ഇളയ മകൻ. ഇനി അവന് വേണം, ജ്യേഷ്ഠനക്ക് കൊടുക്കാൻ പാടില്ല, അവന് തന്നെ വേണമെന്ന് പറഞ്ഞ് കേസും കൂടി കൊടുത്തിരിക്കുന്നു. അങ്ങനെയാണ് ഞങ്ങൾ അവനെ വിളിപ്പിച്ചത്. ഫോൺ നമ്പർ എടുത്ത് ഞാൻ വിളിച്ചു, ഗൾഫിൽ വിളിച്ച. ഇവൻ്റെയൊക്കെ ഈ പേരും വിവരങ്ങളും അത്തരം വിലാസവും ഡീറ്റെയിൽസും ഒക്കെ യഥാർത്ഥത്തിൽ ഈ കോടതിയോട് തന്നെ ആവശ്യപ്പെട്ട് അവർ തന്നെ ഇത് പുറത്തു വിടേണ്ടതല്ലേ? അത് അങ്ങനെ സാർ എൻ്റെ ഒരു അതാണ്. അല്ല, നിങ്ങളെപ്പോലുള്ളവർ എഴുതി കൊടുക്കണം. എന്താ പറയുക, ഒന്നും അല്ലെങ്കിൽ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ, കാരണം ഇവർ നാളെ വേറൊരു മാതൃദിനത്തിന് അല്ലെങ്കിൽ പൊങ്കാലയ്ക്ക് ഭക്തിസാന്ദ്രമായി നിന്ന് പൊങ്കാല ഇടുകയോ
മാതൃദിനത്തിൽ ഫോട്ടോ വെച്ച് അമ്മയുടെ കഥ പറഞ്ഞ് കരയുകയോ ചെയ്യുന്നത് ചിലപ്പം സമൂഹം കാണുമ്പോൾ ഇത് അറിയാതെ പോകും. അതെ സർ. ഇത് ഈ മകനാണ്. നമ്മൾ സാധാരണ കുറ്റകൃത്യങ്ങൾക്ക് പിടിക്കുന്നതിനേക്കാൾ വലിയ കുറ്റകൃത്യമല്ലേ ഈ ചെയ്യുന്നത്. അപ്പോൾ ആ കുറ്റകൃത്യത്തിൽ ആ കുറ്റവാളിയുടെ പേരും വിവരങ്ങളും യഥാർത്ഥത്തിൽ ഈ കോടതി തന്നെ ഈ പുറത്ത് വിടണമെന്ന് നിങ്ങളൊക്കെ തന്നെ ആവശ്യപ്പെടേണ്ടതാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. സാർ എങ്കിലും ഒരുപാട് കേസുകൾ ഇനി ഉണ്ടാകൂലായിരിക്കും എന്ന് എനിക്കും തോന്നുന്നുണ്ട് സാറേ. അങ്ങനെ വിട്ടിരുന്നു എങ്കിൽ മക്കൾക്ക് നാണക്കേടായിട്ട് ഇനി അമ്മമാരെ നമ്മൾ നോക്കണം, ഇതുപോലെ കേസുകൾ ഇനി ഇതുപോലെ നമ്മുടെ പേരുമൊക്കെ പത്രങ്ങളിൽ വരും എന്ന് തോന്നി ചിലപ്പോൾ. ഈ തമീസ ഇത്രയും ഒക്കെ കാര്യങ്ങളുമായി സഞ്ചരിക്കുമ്പോൾ ശരിക്കും ഇത്രയും 100 കണക്കിന് ഇതുപോലെയുള്ള കേസുകൾ ചെയ്തിട്ടുണ്ടാവും. മറക്കാതെ ഹൃദയത്തിൽ ഒരു മുറിവ് പോലെ അല്ലെങ്കിൽ വേദന പോലെ സങ്കടം പോലെ അവശേഷിക്കുന്നത് ഒരു റേഡിയോ നിലയത്തിൽ വർക്ക് ചെയ്ത ഒരു അമ്മയുടെ ജാർഖണ്ഡിൽ വിവാഹം ചെയ്ത് കൊണ്ടുപോയൊരു അമ്മയാണ്. നമ്മളെ കടയ്ക്കാവൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ളതാണ് അമ്മയും മകളും. പുനിത എന്നാണ് മകളുടെ പേര്. അമ്മയുടെ പേര് വിട്ടുപോയി, ഓർക്കുന്നില്ല ഞാൻ. അമ്മയുമാണ്. അതാണ് എനിക്ക് മനസ്സിനകത്തൊരു വേദനയായിപ്പോയി സർ. കാരണം എന്ന് വെച്ചാൽ അവരുടെ ആങ്ങളെ പോയി പല പ്രാവശ്യം അവരുടെ വീട്ടിൽ പോയി ഞാൻ അവരെ കാല് പിടിച്ച് പറഞ്ഞു, നിങ്ങൾ ഒന്ന് വരണം, നിങ്ങളെ കാണണമെന്നും അമ്മ പറയുകയാണ്. പെങ്ങളാണ്. പക്ഷേ ഈ അമ്മ ഒരുപാട് ദ്രോഹിച്ചിട്ടുള്ള ആങ്ങളെയും കൂടിയാണ്. ഈ വസ്തു തട്ടിയെടുക്കാനും ഒക്കെ കൂട്ടുനിന്ന ആളാണ് മകൻ്റെ കൂടെ, സ്വന്തം മകൻ്റെ കൂടെ. എന്നിട്ട് പോലും ഈ ആങ്ങളെ തന്നെ കാണണമെന്നാണ് അവർ അവസാനം ചോദിച്ചത് സാറേ. മെഡിക്കൽ കോളേജിൽ യൂറിൻ പോകാതെ കൂടുതലായി എന്നെ അവർ സ്ഥാപനക്കാർ കട്ടേലയിലെ സ്ഥാപനത്തിലുള്ളവർ എന്നെ വിളിച്ചു. ഞാൻ പോയി അമ്മയെ കൊണ്ട് രാത്രി മെഡിക്കൽ കോളേജിൽ നിൽക്കുമ്പം ഈ ഡോക്ടറോട് പേര് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പോൾ ഡോക്ടർ ചോദിച്ചു ഹസ്ബൻഡാണ്. ഞാൻ പറഞ്ഞു അല്ല മേഡം, അത് ആങ്ങളെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആങ്ങളെ വിളിക്കുമെന്ന് പറഞ്ഞു. ഇനി എന്തായാലും ആള് കണ്ടീഷൻ മോശമാണ്, കാണണമെങ്കിൽ കാണിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞു മേഡം, ഞാൻ കോടതി വഴി 2-3 പ്രാവശ്യം അവരെ വീട്ടിൽ പോയി വരെ വിളിച്ചു, അവരുടെ മകളുടെ വീട്ടിൽ പോയി പറഞ്ഞു, വരില്ല എന്ന് പറഞ്ഞു സാറേ മേഡം. അപ്പം ഇപ്പോൾ അവർക്ക് ആങ്ങളെ കാണണമെന്ന് വീണ്ടും വിളിക്കുന്നുണ്ട്. അപ്പോഴും പറഞ്ഞു മേഡം ഒന്നും പറയാൻ പറ്റില്ല, എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് എന്ന് പറഞ്ഞു. നമുക്കിന്നിവിടെ ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല, നിങ്ങൾ തിരിച്ച് കൊണ്ടുപോകാമെന്നൊരു ഇഞ്ചക്ഷൻ ട്രിപ്പൊക്കെ ഇട്ട് വിട്ടു സാർ. അവിടെ കൊണ്ടുപോയി വെളുപ്പിന് സ്ഥാപനത്തിൽ പോകുമ്പോഴേക്കും ആൾ മരണപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ബേട്ടി എനിക്ക് വേദനിക്കുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ എൻ്റെ കയ്യിൽ കിടന്നുകൊണ്ട് വെന്റിലേറ്ററിൽ കിടക്കുന്നെങ്കിൽ എൻ്റെ കയ്യിൽ ഇങ്ങനെ തലയെടുത്ത് വെച്ചിട്ട് വേദനിക്കുന്നു എന്ന് പറഞ്ഞിങ്ങനെ ക്യാൻസർ ആണോ അവസാനം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല സാർ. കാരണം അവർക്ക് യൂറിൻ പോകില്ല എന്ന് മാത്രമേ ഉള്ള ഒരാഴ്ച കൊണ്ടുള്ള ഒരു സംഭവമാണ്. അതുവരെ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല, നല്ല രീതിയിൽ സംസാരിക്കും, ഫുഡ് കഴിക്കും. ഫുഡെന്ന് പറയുമ്പോൾ അവർ ഈ കട്ടി കുറഞ്ഞ അവരവിടുത്തെ മരണപ്പെട്ട ശേഷം സാറേ അവരുടെ ബന്ധുക്കളെ നമ്മൾ അറിയിച്ചില്ല. എന്നാലും സ്ഥാപനക്കാരെ അറിയിച്ചു. അവർ വന്നിട്ട് ഞാനും ഈ ചേച്ചിയും ഞങ്ങളുടെ ഹെഡ് അഡ്വക്കേറ്റും കൂടെയാണ് ഇവിടെ കൊണ്ടുപോകുന്നത്. ശ്മശാനത്തിൽ ദഹിപ്പിക്കാനായിട്ട് കൊണ്ടുപോയത്. അവിടെ കൊണ്ടുപോയി കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് അപ്പോൾ അവരുടെ ആങ്ങളയുടെ മകൾ വരുന്നു, അവർക്ക് ചിതാഭസ്മം വേണമെന്ന്. അതിന് മുന്നേ ചിതാഭസ്മം വേണ്ട എന്ന് ഞാൻ എഴുതി കൊടുത്തു. ചേച്ചിയോട് ഞാൻ ചോദിച്ചു, പിന്നെ ചേച്ചി അമ്മയെ കാണാൻ വരാത്ത ആളുകളുടെ ചിതാഭസ്മം നമുക്ക് എടുക്കണമെങ്കിൽ ആ കർമ്മം ചെയ്യാനും ഞാൻ വില്ലിങ്ങാണ് സാർ. കാരണം നമ്മളെ പോലെ ഒരു അമ്മയല്ലേ, എനിക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ ആരെ കൊണ്ടെങ്കിലും ചെയ്യിപ്പിക്കെങ്കിലും ചെയ്തേനെ. അപ്പോൾ ചേച്ചി പറയുന്നു വേണ്ട, വാങ്ങണ്ട മേഡം, അത് വേണ്ട എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അങ്ങനെ എഴുതി ചേച്ചി എനിക്ക് എഴുതി തന്നു. ഞാൻ അവിടെ എഴുതി കൊടുത്തു ചിതാഭസ്മം വേണ്ടെന്ന്. പിന്നെ അവർ ഭയങ്കര പ്രശ്നമാക്കി, എൻ്റെ പേരിൽ പരാതിയൊക്കെ കൊടുത്തു. ചിതാഭസ്മം വേണ്ട, ഞാനൊരു മുസ്ലിം അല്ലേ, ഇവർക്ക് എന്ത് കാര്യം ഇങ്ങനെയൊക്കെ ചിതാഭസ്മം വേണ്ടെന്ന്. അതെ സാർ, ഞങ്ങൾക്ക് കർമ്മങ്ങൾ ചെയ്യാനുള്ളതാണെന്ന് പറഞ്ഞു. ആങ്ങളയുടെ പേര് വല്ലതും അറിയോ? ആങ്ങളയുടെ പേര് എനിക്ക് മറന്നുപോയി. സ്ഥലം കടയ്ക്കാവൂരാണ്. കടയ്ക്കാവൂർ അഞ്ചുതെങ്ങ് പ്രോപ്പർ അഞ്ചുതെങ്ങാണ്. എന്തായിരുന്നു പുള്ളിക്ക് ജോലി? ഞാനിത് ചോദിച്ചത് അവിടെ ഉള്ളവരോടെങ്കിലും അറിയട്ടെ എന്ന് വിചാരിച്ച. അദ്ദേഹത്തിന് ആങ്ങളയ്ക്ക് ജോലിയൊന്നുമില്ല. ഒരു അന്ന് ഏജുണ്ട്. ഈ അമ്മയുടെ സഹോദരനാണ്. ഈ അമ്മയ്ക്ക് അന്ന് 85 വയസ്സുണ്ട് സാർ. 1985 അത് കഴിഞ്ഞു സാർ. അപ്പൊ ഈ മകളുണ്ടായിരുന്നില്ല? മകളുണ്ട്. മകളെ നമ്മളിപ്പോൾ കട്ടയിലെ ആ സ്ഥാപനത്തിൽ നിൽക്കുന്നു. അതിനുശേഷം ഞാൻ ചേച്ചിയെ കൊണ്ടുപോയി കണ്ണിന്റെ ഓപ്പറേഷനൊക്കെ ചെയ്തു. ഒരുപാട് വണ്ടിയൊക്കെ വിളിച്ചാണ് സാർ കൊണ്ടുപോയത്. വീട്ടിൽ നിന്ന് എൻ്റെ സ്ഥലത്ത് നിന്ന് രാവിലെ 8 മണിക്ക് കണ്ണാശുപത്രിയിൽ എത്തണമെങ്കിൽ ഞാനൊരു 5 മണിക്കെങ്കിലും അവിടെ നിന്ന് ഇറങ്ങിയാലേ കട്ടയിലയിൽ വന്ന് ചേച്ചിയും കൊണ്ട് പോകാൻ പറ്റും. ഓട്ടോയൊക്കെ വിളിച്ച് കൊണ്ടുവന്ന്. പക്ഷേ ഇപ്പം അള്ളാഹിൻ്റെ അനുഗ്രഹത്തെ അവർക്ക് കണ്ണിന് കാഴ്ചയുണ്ട്, ഇപ്പം സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്.
ഇതൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കിട്ടുന്ന ഒരു 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 സാമ്പത്തികം എത്രയുണ്ടാവും? 10,000-2,000 രൂപ ഉണ്ടാവും പാരാലിക? സാർ ആഴ്ചയിൽ ഒരു ദിവസം ഡ്യൂട്ടിയാണ് 780 രൂപ. ആഴ്ചയിൽ ഒരു ദിവസം ഡ്യൂട്ടിക്ക് 750 രൂപയാണുള്ളത്. അതെ, ഒരു മാസത്തിൽ 4 ഡ്യൂട്ടി ഒക്കെ കാണുള്ളൂ, 6 ഒക്കെ കാണുള്ളൂ. ഇത് ശരിക്കും ആഴ്ച 4 ദിവസമേ തമീസ ഡ്യൂട്ടി ചെയ്യാറുള്ളൂ? അല്ല സാർ, അല്ല അല്ല അല്ല. ഞാൻ എൻ്റെ അനിയത്തിയുടെ കൂടെ തയ്ക്കാൻ പോകും. തയ്യക്കടയിൽ പോയി തയ്ച്ച് കിട്ടുന്ന വരുമാനം കൊണ്ട് അതല്ല ഇതിനു വേണ്ടി ചെലവഴിക്കും? തീർച്ചയായിട്ടും സാർ, തീർച്ചയായിട്ടും. ഇപ്പൊ എല്ലാ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും? ഉണ്ടാകും സാർ, ഉണ്ടാകും. അപ്പം കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ആരെങ്കിലും വിളിച്ചാൽ ഫോൺ എടുക്കൂല. കാരണം അവർ വിളിച്ചാൽ എനിക്ക് പോകണം, പോയില്ലെങ്കിൽ എനിക്ക് ടെൻഷനാണ്. അതുകൊണ്ട് എങ്ങനെയാണ് ഇത്തരം ഒരു കാര്യത്തിനോട് ഇത്ര ഇങ്ങനെ ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയതെന്ന് മുതലാണ് ശരിക്കും പറഞ്ഞാൽ? എന്ത് ജീവിത സാഹചര്യമാണ് ഈ ഒരു ഇഷ്ടം? സാഹചര്യമല്ല സാർ, ഞാൻ എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ പഠിക്കുന്ന സമയത്ത് കൂട്ടത്തിലുള്ളവർക്ക് യൂണിഫോം ഇല്ലാതെ നോട്ട്ബുക്ക് ഇല്ലാതെയൊക്കെ പേന പെൻസിലൊക്കെ ഇല്ലാതെ സാർ ഇറക്കി വിടുന്ന ടീച്ചർമാരൊക്കെ ഇറക്കി വിടുന്ന സമയത്തൊക്കെ നമ്മൾ അവരെ സഹായിച്ച് അങ്ങനെ അന്ന് മുതലേ അങ്ങനെ വന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നീട് എൻ്റെ ജീവിത സാഹചര്യമാണ് സാർ. പിന്നീട് ഇറങ്ങിയത് കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള എൻ്റെ ജീവിത സാഹചര്യമാണ്. ഈ ജീവിത സാഹചര്യത്തിലും ഈ പല ആളുകളെ അന്യ സംസ്ഥാനത്തു നിന്നൊക്കെ വരുന്നവരെ വീട്ടിലൊക്കെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് വിട്ടിട്ടുണ്ടോ? ഉണ്ട് ഉണ്ട്. അതെന്താണ് ആ കഥ? സാർ, അതെന്ന് പറയുമ്പോൾ ഒരു 3-4 ദിവസം ഓഫ് ദിവസമായിരുന്നു. അപ്പോൾ കമ്മീഷണറിൽ ഒരു പരാതി കൊടുക്കാൻ പറ്റില്ല, DLSയിൽ നമുക്കൊരു പരാതി കൊടുത്ത് ഓർഡർ വാങ്ങിക്കാൻ പറ്റില്ല. അങ്ങനെ വന്നപ്പോൾ ഞാൻ അവരെ എൻ്റെ വീട്ടിൽ കൊണ്ട് സുരക്ഷിതമായിട്ട് ഞാൻ നിർത്തിയിരുന്നു. അതെങ്ങനെ വന്നത്? സ്ത്രീയാണോ? ഒരു സ്ത്രീയാണ് സാർ. അവർ നമ്മളെ മ്യൂസിയത്തിൽ വെച്ച് എനിക്ക് അവരെ കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഡെൽവിയിൽ കൊണ്ടുപോയി. അപ്പോൾ അവരും അവിടെ നിർത്തൂല, അവർ ഓർഡർ വേണമെന്ന് പറഞ്ഞു സാറേ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഓർഡറിന് 3 ദിവസം കഴിഞ്ഞ്, അതായത് വെള്ളി ശനി ഞായർ, പിന്നെ തിങ്കളാഴ്ച അത് പറ്റുള്ളൂ. ഒരു മകളും ഉണ്ട്. അപ്പോൾ പിന്നെ ഇവരെ എവിടെ ഞാൻ കൊണ്ടുവിടും? അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മക്കൾ കൊച്ചുമക്കളാണ്. എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ആ 3 ദിവസം ഞാൻ എവിടെയും പോകാതെ അവരെൻ്റെ കൂടെ നിർത്തി അവരുടെ കാര്യങ്ങൾ നോക്കിയിട്ട് തിങ്കളാഴ്ചയിലൊന്ന് കൊണ്ടുവന്ന് പരാതി കൊടുത്ത് ഓർഡർ വാങ്ങി. അവർ മലപ്പുറത്തുകാരായിരുന്നു സാർ, മലപ്പുറത്തുകാരായിരുന്നു. പക്ഷേ അതെന്ന് അവർ പറഞ്ഞത് ബാംഗ്ലൂർ എന്നാണ് പറഞ്ഞത്. പിന്നെ വേറെ ഒരു മലപ്പുറത്തുള്ള ഒരു അമ്മയും കുഞ്ഞിനെയും എനിക്ക് കിട്ടിയ, അതും ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അതൊരു എന്താ പറയുക, ഒരു അന്യ സംസ്ഥാന തൊഴിലാളി കൊണ്ടുപോയതാണ്, മലപ്പുറത്തുനിന്ന് കൊണ്ടുപോയതാണ്. അതിലൊരു കുഞ്ഞുണ്ട് സാറേ. ആ ഒരു മകളെ ഇവിടെ കൊണ്ടുവന്നു. അതും ഞാൻ ഇവിടെ കൊണ്ടുവന്ന്, അത് വീട്ടിൽ കൊണ്ടുപോയില്ല. അത് ഞാൻ പെട്ടെന്ന് കൊണ്ടുവന്ന് നമ്മുടെ മഹിളാ മന്ദിരം പൂജപ്പുരയിൽ വിട്ടിട്ടാണ് അവിടെ നിന്ന് അവരുടെ അഡ്രസ്സൊക്കെ കണ്ടെത്തി. തമീസ എന്തോരെ പഠിച്ചു? ഞാൻ 10ാം ക്ലാസ്സാണ് സാർ. 10ാം ക്ലാസ്. MSW സോഷ്യൽ വർക്ക്? ഇല്ല സാർ, അങ്ങനെ പ്രൊഫഷണൽ ബാധ്യതയൊന്നുമില്ല, മനസ്സിന്റെ ഇഷ്ടം കൊണ്ട് സന്തോഷം കൊണ്ട്. തീർച്ചയായിട്ടും. ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഈ സ്വന്തം ജീവിത സാഹചര്യങ്ങൾ, പ്രയാസങ്ങൾ, ചിലരിപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഈ ചുറ്റുപാടുകളൊക്കെ ഉള്ളവർ കുറച്ച് സമയം ഈ സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന പോലെയൊക്കെ ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ഈ വിമൻസ് ക്ലബ്ബ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, എന്താണ് ശരിക്കും തമീസയുടെ ഒരു ജീവിത സാഹചര്യം? ജീവിത സാഹചര്യം അങ്ങനെ ക്ലബ്ബായിട്ട് അങ്ങനെയൊന്നും അല്ല, ഞാൻ ചോദിച്ചത് എങ്ങനെയാണെന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാനൊക്കെയുള്ള ചുറ്റുപാട്, സാമ്പത്തിക ചുറ്റുപാട് എന്ന് പറഞ്ഞാൽ സാർ, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അനിയത്തിയുടെ കൂടെ താമസിക്കുകയാണ്. സ്റ്റിച്ചിങ് തയ്യക്കടയിൽ പോയി ഹെൽപ്പർ പണി അങ്ങനെയൊക്കെയുള്ള, എനിക്ക് തയ്ക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ തയ്യൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ വെട്ടി തയ്ക്കില്ല. അപ്പോൾ അവൾക്ക് വേണ്ടിയുള്ള ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുത്ത് ഹെൽപ്പർ പണി പോലെ ചെയ്ത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ശാലയിൽ ഒരു കടയിൽ പോകുമായിരുന്നു സാറേ. അന്നിവിടെ എനിക്ക് ആഴ്ചയിൽ 2 ദിവസവും ഒരു ദിവസമൊക്കെ ഡ്യൂട്ടി ആയപ്പം ഒരു സബീന പ്ലാസ്റ്റിക് എന്നൊരു കടയിൽ പോകുമായിരുന്നു. അവരവിടെ നിന്ന് എനിക്ക് 350 രൂപ തരും. 300 രൂപ സാലറി, 50 രൂപ ബസ്സിനായിട്ട് തരുമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് എന്താ എനിക്കൊരു ഫാഷനാണിത്. എന്ന് വെച്ചാൽ ഞാൻ എന്താ പറയുക, ആസ്വദിച്ച് വർക്ക് ചെയ്യുന്ന സാറേ. എനിക്ക് ഇത് ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ്. അങ്ങനെ ഞാൻ ഇത് ചെയ്യുന്നു. ഈ അന്നൊരിക്കൽ എന്നോട് സംസാരിച്ചപ്പോൾ എന്തോ കടം ബാധ്യത, ജപ്തി ഉണ്ട് സാർ. വീട് ജപ്തിയായി കിടക്കുന്നുണ്ട്, ലോണ്. സ്വന്തം വീട്? സ്വന്തം വീട്. അതെന്തിനെടുത്താണ്? അത് എടുത്തത് സാർ അന്ന് എൻ്റെ ഹസ്ബൻഡുള്ള സമയത്ത് എടുത്തതാണ്. അത് ആദ്യം 1 ലക്ഷം രൂപ അദ്ദേഹം എടുത്തതാണ്. എടുത്തത് അവിടെ കിടന്ന് പലിശ കൂടി. പിന്നെ അത് നമ്മൾ വേറെ ഒരാളുടെ നിന്ന് കടം വാങ്ങി ഇതുപോലെ ഒരു സെറ്റിൽമെൻറ്റ് അദാലത്തിൽ കൊണ്ട് സെറ്റിൽമെൻറ്റിൽ വെച്ച് 3 ലക്ഷം രൂപ അടച്ച് ക്ലോസ് ചെയ്തു.
ക്ലോസ് ചെയ്തിട്ട് ഇദ്ദേഹത്തിന് വേറെ ബാധ്യതകളൊക്കെ ആക്കിയിട്ടിട്ടാണ് ഇദ്ദേഹം പോയിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം കൂടെ തീർക്കുന്നതിന് വേണ്ടി 5,50,000 രൂപ ലോൺ എടുത്തതാണ്. ലോണ് അടച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. അപ്പോൾ 6,87,000 രൂപ വരെ ഞാൻ അടച്ചിട്ട് ഇപ്പോഴും ബാങ്കിൽ നിന്ന് നോട്ടീസ് വരുന്നതെന്ന് വെച്ചാൽ 8 ലക്ഷം അടയ്ക്കണം. പിന്നെ ഓരോ പ്രാവശ്യം ഞാൻ ചെന്ന് സംസാരിക്കുമ്പോൾ അപ്പോൾ 8 ലക്ഷം അടയ്ക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു. ഞാൻ അപ്പോൾ 7 ലക്ഷം രൂപ ഞങ്ങൾ ലോൺ എടുത്തു എന്ന് പറഞ്ഞാണ് അവർ നോട്ടീസ് അയച്ചത് എനിക്കൊരിക്കൽ. അങ്ങനെ അപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പോൾ ഞാൻ സംസാരിച്ച വിഷയങ്ങളായി. പിന്നെ ഞാൻ അടയ്ക്കൂല എന്ന് പറഞ്ഞു. എനിക്കിതിനൊരു ക്ലാരിറ്റി വരാതെ ഞാൻ അടയ്ക്കൂല. കാരണം 5 ലക്ഷം എടുത്തതിന് നിങ്ങൾ 7 ലക്ഷത്തിൻ്റെ നോട്ടീസ് അയച്ചാൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ബാങ്കാണ്, സർവീസ് സഹകരണ ബാങ്കാണ്, അതിപ്പോൾ കേരള ബാങ്ക് ആക്കിയതാണ് സാർ. അങ്ങനെ അത് അടയ്ക്കാൻ പറ്റാതായി. ഇപ്പോൾ ഈ കഴിഞ്ഞ 3-4 മാസത്തിന് മുന്നേ അവർ കൊണ്ടുവന്ന് ഞാൻ ഒരു കൊച്ചിനെയും കൊണ്ട്, ഒരു അപ്പമില്ലാത്തൊരു കൊച്ചിനെയും കൊണ്ട് എറണാകുളത്ത് ഒരു ഇൻ്റർവ്യൂവിന് പോയി. അവിടെ നിൽക്കുമ്പോൾ ഇവിടെ നിന്ന് വിളിച്ചിട്ട് പറയുന്നു ഇവിടെ ജപ്തി നോട്ടീസ് കൊണ്ട് ഒട്ടിച്ചിട്ട് പോയി എന്ന്. ഞാൻ പിന്നെ ഉടനെ ബാങ്കിൽ വിളിച്ചപ്പോൾ പറഞ്ഞു അത് ഞാൻ പറഞ്ഞു എനിക്ക് 10 വർഷത്തെ ഇതാണ് തന്നിരിക്കുന്നത്. അപ്പം 10 വർഷം ആയിട്ടില്ല, ഇനിയും കിടക്കുന്ന സമയം 2 മാസം കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ എന്തിനാണ് നോട്ടീസ് കൊണ്ട് ഒട്ടിച്ചതെന്ന് വെച്ചാൽ അപ്പം നിങ്ങളൊരു ക്ലാരിറ്റി എനിക്ക് തന്നിട്ടില്ല. ഞാൻ ഇത്ര അടയ്ക്കണമെന്നോ ഞാൻ എത്ര അടച്ചിട്ടുണ്ടെന്നോ. അതുപോലെ സാർ ഞാൻ 2022 മാർച്ച് വരെ അടച്ചിട്ടുണ്ട്. ബാങ്കുകാർ പറയുന്നത് 2020 വരെ അടച്ചിട്ടുള്ളൂ എന്ന്. അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിലും എൻ്റെ കയ്യിലുണ്ട്. ഈ ഇത്തരം കാര്യങ്ങൾക്ക് ഈ നമ്മുടെ നിയമസഹായ വേദി അല്ലെങ്കിൽ നിയമസഹായ വേദിയിൽ കൊടുത്തു സാർ. അതിലും ഒരു വിഷമം എനിക്കുണ്ടായി. കാരണം ലീഗൽ സർവീസ് അതോറിറ്റിയിൽ എൻ്റെ കാര്യങ്ങൾക്കായിട്ട് ഞാൻ ഇന്ന് വരെ ലീഗൽ സർവീസ് അതോറിറ്റി സമീപിച്ചിട്ടില്ല. അവസാനം ഇപ്പോൾ എല്ലാവരും പറഞ്ഞിട്ട് ഞാൻ അദാലത്തിലിട്ടു സാർ. അദാലത്തിലിട്ടപ്പോൾ അദാലത്ത് നമ്മളെ ബഹുമാനപ്പെട്ട ജഡ്ജി എന്നെ കേട്ടിട്ട് സാർ അത് സർവീസ് സഹകരണ ഈ ബാങ്കുകാർക്ക് കുറയ്ക്കാനുള്ള ഇളവ് ചെയ്യാനുള്ള ഏതൊരു ഇതുമില്ല എന്ന് പറഞ്ഞ് സാർ ആ കേസ് ഞാൻ ക്ലോസ് ചെയ്തു. പിന്നെ ഞാൻ സാറിനോട് പറഞ്ഞതാണ് സാർ ഇതൊന്ന് നോക്കണം, എനിക്ക് എത്ര ലക്ഷം രൂപ ഇവർ തന്നു എന്ന് നോക്കണം. പിന്നെ ഞങ്ങൾ 2020 വരെ അടച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു. 2022 വരെ ഞാൻ ഇത്തരം സേവന പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഈ തമീസയുടെ ജമാഅത്ത് ഏതാണ്? എൻ്റെ ജമാഅത്ത് കുഴിയങ്കോൺ മുസ്ലിം ജമാഅത്ത്. കുഴിയങ്കോൺ. അവർ ഇത്തരം പ്രവർത്തനങ്ങളെ റെക്കഗ്നൈസ് ചെയ്യുകയോ നമ്മൾ ഈ ചെയ്യുന്ന പ്രവർത്തികളെ അറിയുകയോ കാണുകയോ വല്ലതും ചെയ്യുന്നുണ്ടോ? സാർ ഞാനങ്ങനെ പറഞ്ഞ് നടക്കാറില്ല. ഈ അവാർഡ് കിട്ടിയതുപോലെ ഇങ്ങനെ പത്രങ്ങളിലൊന്നും കൊടുക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അവർക്കറിയുമെന്ന് എനിക്കറിയില്ല. ഞാൻ പിന്നെ അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ആരോടും പറയാൻ പോകില്ല സാർ. ഇത്രയും ഈ പ്രയാസപ്പെടുന്ന സാഹചര്യങ്ങളിലൂടെ സ്വന്തം പ്രയാസങ്ങളുടെ നടുവിൽ നടക്കുമ്പോൾ തളർന്നു പോകില്ലേ? തളർന്നു പോകില്ലെന്ന് വെച്ചാൽ എന്തോ ഇതുവരെ അള്ളാഹു എന്നെ തളർത്തിയില്ല. പിന്നെ പല അസുഖങ്ങളുണ്ട്, BP, ഷുഗർ, തൈറോയിഡ് പണ്ടേ ഉണ്ട്, അങ്ങനെ ലിവറിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഇതെങ്ങനെയൊക്കെ പോകുന്നുണ്ട്. ഈ നമ്മൾ ഈ സേവനം കിട്ടുന്ന മനുഷ്യരാരെങ്കിലും ഈ പിന്നീട് എപ്പോഴെങ്കിലും നമ്മളെ കാണുക, വിളിച്ചിട്ടുണ്ട് സാർ. ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട്. പാരിതോഷികം തരാൻ വേണ്ടി വന്നവരുണ്ട്. ഞാൻ ഇവിടെ വിളപ്പശാല പോലീസ് സ്റ്റേഷനിൽ ഡ്യൂട്ടിയിലിരുന്നപ്പോൾ ഒരു അമ്മയും മകളെയും ഒരു ആങ്ങളയുടെ മകൻ അടിച്ചു. അപ്പോൾ ആ ചേട്ടൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് ഒരു വാച്ച് കൊണ്ടുവന്നു. ഞാനത് വാങ്ങിയില്ല, ഞാൻ വാച്ച് ഉപയോഗിക്കുകയില്ല. അങ്ങനെ ഉപഹാരങ്ങളൊന്നും അങ്ങനെ സ്വീകരിച്ചിട്ടില്ല ആരുടെ കയ്യിൽ ഇല്ല. അങ്ങനെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ആവശ്യമില്ല, നിങ്ങളെ സന്തോഷം തന്നെയാണ്, നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്ന കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അത് മാത്രം തന്നെ. ഈ മനുഷ്യരുമായി ബന്ധപ്പെട്ട ഇത്തരം പ്രയാസങ്ങൾ അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിന് നമ്മൾ തനിച്ച് ചെയ്യുന്നതിന് പകരം വേറെ എന്തെങ്കിലും തരത്തിലുള്ള പിന്തുണ, ഈ സഹായങ്ങൾ പരിഹരിക്കാനെങ്കിലും നാട്ടുകാർ നൽകാറുണ്ടോ? അങ്ങനെ നാട്ടുകാരടുത്തൊന്നും പോയിട്ടില്ല സാറേ. ഇടയ്ക്ക് എന്തോ എന്നോടൊരു കുടുംബത്തിന്റെ ഒരു അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു, ഒരു കുഞ്ഞുമോനോ. അത് കൊല്ലത്തെ. അതെന്താണ്? അത് അവനെ ഞാൻ കൊണ്ടുവന്നു. അത് നാട്ടുകാരൊക്കെ കൂടെ കുഞ്ഞെ ഉപദ്രവിച്ചതായിരുന്നു സാർ. നമ്മൾ ഇടംവിളയ്ക്കൽ പഞ്ചായത്തിലുള്ള കൊല്ലത്ത് 6 വയസ്സുള്ള ഒരു മോന്. അവന് ഹൈപ്പർ ആക്ടിവിറ്റിയാണ് സാറേ. അപ്പോൾ ഹൈപ്പർ ആക്ടിവിറ്റി കാരണം ഇവൻ അടുത്ത വീട്ടിലുള്ളവരെ ഉപദ്രവിക്കുന്നു, കല്ലെറിയുന്നു, ചീത്ത വിളിക്കുന്നു. ഇതൊക്കെയാണ് അവർക്ക് പ്രശ്നം. അങ്ങനെ അടുത്ത വീട്ടുകാരെ എടുത്തിട്ട് അടിച്ച് കുഞ്ഞിനെ ഉപദ്രവിച്ച് അത് വിഷയമായി. അത് ഞാൻ ഇതേപോലെ ഒരു യൂട്യൂബിൽ കണ്ടായിരുന്നു. ഞാൻ അവരെ വിളിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു, ചേച്ചി ഇതേപോലെ വലിയ ദയനീയമാണ് ആ വീട്ടിൻ്റെ അവസ്ഥ, ചേച്ചി ഒന്ന് അവരെ പോയി ഒന്ന് കാണണമെന്ന് പറഞ്ഞ് ഞാൻ പോയി കണ്ടപ്പോൾ സാറേ 6 വയസ്സുള്ള മക്കളെന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മക്കൾ കളിച്ച് വരുന്ന സമയം.
കളിക്കുന്ന ഒരു ഇതാണല്ലോ സാർ, അപ്പോൾ കുസൃതികൾ കാണിക്കുന്ന ഒരു ഇത്. പക്ഷെ ഞാൻ ഈ മോനെ മുകളിലൊരു പൊക്കത്തിലാണ് വീട്, മഴ പെയ്ത് ഇങ്ങനെ ചിറകി കിടക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ നിന്ന് മോനെ ഹരിയെന്ന് വിളിച്ചപ്പോൾ തന്നെ സാറേ എൻ്റെ അമ്മാമ്മ വന്ന് വിളിക്കുക. എന്നെ കണ്ടിട്ടില്ല ആ കുട്ടി, ഞാൻ ആദ്യമായിട്ടാണ് ആ കുട്ടിയെ കാണുന്നത്. ഞാനത് മാസ്കും കൂടെ വെച്ചിരുന്നു സാർ. എന്നിട്ട് പോലും കുഞ്ഞ് അമ്മാമ്മ വിളിക്കുന്നു എന്ന് പറഞ്ഞ് ഓടി വന്ന് എൻ്റെ കുഞ്ഞിന് വന്ന് എൻ്റെ കയ്യിലൊരു ജ്യൂസും ഒരു ബിസ്ക്കറ്റും ഉണ്ടായിരുന്നു സാറേ. ഞാനതെടുത്ത് കൊടുത്തു. അത് ആവശ്യത്തോടെ അതങ്ങ് കഴിച്ചു സാർ. കഴിച്ചിട്ട് പിന്നെ ഞാൻ അമ്മയെ അപ്പം പിന്നെ ഇനി വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അതും എനിക്ക് വല്ലാത്തൊരു സങ്കടമായി പോയി സാർ. അതെപ്പോഴും ഞാൻ സംസാരിക്കുന്നവരോടൊക്കെ പറയും, എങ്ങനെയെങ്കിലും അവർക്കൊരു വീട് കൊടുക്കാൻ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ അവർ സേഫായിരുന്നു സാർ. ഒരു അമ്മയുണ്ടോ? കുഞ്ഞിൻ്റെ അമ്മയും അപ്പനും. കുഞ്ഞിന് അച്ഛനില്ല, അറിഞ്ഞുകൂടെന്നാണ് വീട്. അവരിപ്പോൾ ആ സ്ഥലത്ത് തന്നെ, ഞാൻ ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റെല്ലാം കഴിഞ്ഞ് അവരവിടെ വിട്ടിട്ടുണ്ട്. ഇപ്പം അവിടെ തന്നെ ഉണ്ട്. ആ ചോർന്നൊലിക്കുന്ന ടാർപ്പൊക്കെ കെട്ടിയ ഒരു സ്ഥലത്താണ് അവരിപ്പോൾ ഉള്ളത്. അവരുടെ പ്രയാസമാണ് പറഞ്ഞത്. അതെ സാർ. അതിന് പിന്നെ ഞാൻ എൻ്റെ കൂടെ ഞാൻ കൊണ്ട് നടന്നൊരു കുട്ടി, എൻ്റെ അനിയത്തി കുട്ടിയെ പോലെ കൊണ്ട് നടന്നൊരു കുട്ടി, അവൾ സഹായിച്ചു. അവളിപ്പം ഒരു ജോലിയിലൊക്കെ കയറിയിട്ടുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞ് നിന്ന മോളായിരുന്നു. അവളൊരു ട്രീറ്റ്മെൻറ്റിലായിരുന്നു. ആ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞു സുഖമായി. അച്ഛനുമില്ല, അമ്മയില്ല. അപ്പോൾ എൻ്റെ കൂടെ കൂട്ടി അവളെ ഞാൻ +1 +2 തുല്യതയൊക്കെ എഴുതിച്ച്. അവളിപ്പോൾ വാമനപുരം വില്ലേജിൻ്റെ അസിസ്റ്റൻറ്റ് സ്ലീപ്പർ ജോലിയിലായിരുന്നു, പാർട്ട് ടൈം. അവിടെ നിന്ന് വീണ്ടും ഇപ്പോൾ ഫുൾ ടൈമിന് കൊടുത്ത് ഫുൾ ടൈം കിട്ടി. ഇപ്പോൾ അരുവിക്കര ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയാണ്. അവൾ സഹായിച്ചു. ഈ ഉപേക്ഷിക്കപ്പെടുന്ന അമ്മമാരല്ലെങ്കിൽ ഇതുപോലെ പ്രതിസന്ധിയിലാവുന്നവരെ ഈ രാഷ്ട്രീയ പാർട്ടികൾ, ഇപ്പോൾ നമ്മളിപ്പോൾ യുവജന പ്രസ്ഥാനങ്ങൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്, മതസാമൂഹ്യ സംഘടനകളുണ്ട്, ജാതി സംഘടനകളുണ്ട്, ജമാഅത്തുകൾ പോലെയുള്ള, അങ്ങനെ ആരെങ്കിലുമൊക്കെ? ഞാൻ അങ്ങനെ സമീപിച്ചിട്ടില്ല സാർ. അങ്ങനെ ആരെങ്കിലും വന്ന് ചെയ്തതായിട്ട് അറിയുമോ? ഇല്ല, അങ്ങനെ ആരും ചെയ്തു. ഞങ്ങളുടെ ജമാഅത്തിലല്ല എന്ന് പറയും. അപ്പം വലിയ അപമാനമാണ്. ഞങ്ങളെ അങ്ങനെ പറഞ്ഞു കളയരുത്, ഞങ്ങളെ അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് പോയാൽ ഞങ്ങളെപ്പോലുള്ള പ്രമാണിമാർ താമസിക്കുന്ന സ്ഥലത്ത് ഞങ്ങളുടെ ഇതെന്നൊക്കെ പറഞ്ഞു കളയാം. അല്ലാതെ ഇതിനകത്ത് ജാതിയും മതവും വർഗീയതയൊന്നുമില്ല. ആളുകളെ സഹായിക്കാൻ വേണ്ടിയൊന്നും സമീപിച്ചിട്ടുമില്ല. അങ്ങനെ ആരും മുന്നോട്ട് വന്നിട്ടുമില്ല സാർ. അഥവാ ഞാൻ എന്തെങ്കിലും സഹായം ചോദിച്ചാൽ നമ്മളെ പാനലിലുള്ള ഞങ്ങളെ ഹെഡ് അഡ്വക്കേറ്റ് ഉണ്ട്, അവരോട് പറയും. മെൻ്റൽ ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് അവിടുത്തെ നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നിന്നൊക്കെ കളക്ഷൻ വാങ്ങിച്ച് ആന്ധ്രാപ്രദേശിലൊക്കെയുള്ള അതർ സ്റ്റേറ്റുകാരെ വിടുന്നതിന് വേണ്ടി. ഞാനൊരു ജുഡീഷ്യൽ ഓഫീസറോട് തമീസയെക്കുറിച്ച് ചോദിച്ചപ്പോൾ എന്നോട് അവർ പറഞ്ഞത്, അവരുടെ പേരെയൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല, അവർ പറഞ്ഞത് തമീസ അങ്ങനെ നമുക്ക് ഈ അഭിമുഖത്തിലോ ചോദിച്ചോ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളല്ല, അതിനപ്പുറത്തൊരു വലിയ സേവനം ജീവിതത്തിൻ്റെ ഉടമയാണെന്നാണ് പറഞ്ഞത്. സാർ, പറഞ്ഞാലും എഴുതിയാലും തീരാത്ത കഥകൾ പറയാനുണ്ട് സാറേ. ഈ ചെയ്യുന്നതിനൊക്കെ ഈ പ്രതിഫലം അല്ലെങ്കിൽ റിട്ടേൺസ് അല്ലെങ്കിൽ അത് എവിടെയാണ് പ്രതീക്ഷിക്കുന്നത്, എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്? നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് മേളിലൊരാളുണ്ടല്ലോ, ആളിൻ്റെ നിന്ന് കിട്ടും. അതിന് ഒരുപാട് അനുഭവങ്ങളുണ്ട് സാർ. എൻ്റെ മകനെ ലൈൻ കമ്പി ഒന്ന് കറണ്ടടിച്ച് ഒരു കൈ ഫുള്ളും പോയി. KV ലൈൻ എൻ്റെ ഞങ്ങളുടെ വീട്ടിൻ്റെ മേളിൽ കൂടെ പോയി. മോന് ഹാർട്ടിന് 2 ബ്ലോക്കായി കറണ്ട് അടിച്ചിട്ട്. അപ്പോൾ അന്ന് നമ്മുടെ അതുവഴി ഒരു വൈദ്യൻ പോയി. അപ്പോൾ ഞാൻ ആരെ കണ്ടാലും ഇങ്ങനെ സംസാരിക്കും, ഏത് മനുഷ്യരല്ലേ സാറേ, അപ്പോൾ നമുക്ക് ജാതി മതമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആ മനുഷ്യൻ എൻ്റെ വീടിൻ്റെ മേളിൽ വിളിയും കേട്ടുകൊണ്ട് ഓടി. എൻ്റെ കുടുംബ വീടിങ്ങനെ ചേർന്നാണ് ഇരിക്കുന്നത്, എന്നിട്ട് പോലും എൻ്റെ വിളി എൻ്റെ കുടുംബ വീട്ടുകാർ കേട്ടില്ല. ആ ബൈക്കിൽ പോയ ആൾ ബൈക്ക് പോലും ഓഫാക്കാതെ വണ്ടിയെ ചരിച്ചിട്ടിട്ട് ഓടി വന്ന് ടെസ്റ്റിൻ്റെ വന്നപ്പോൾ മോൻ്റെ വായിൽ കൂടെ ഇങ്ങനെ നൊതയും പതയും പോകുന്നു. പിന്നെ ഞാൻ കിടന്ന് വിളിക്കുന്നു. എനിക്ക് ഉള്ളിൽ ഓർമ്മയുണ്ട് ഞാൻ വിളിക്കുന്നു എന്ന്, പക്ഷേ ആരും കേൾക്കാത്തതാണോ എന്തോ എനിക്കറിയില്ല സാറേ. എന്തായാലും എൻ്റെ മകൻ അവരെടുത്ത് നേരെ തട്ടി ഓർമ്മ വീണപ്പോൾ എൻ്റെ മോനെ വെച്ച് കരയില്ലേ എന്ന് പറയുന്നു. പിന്നെ നേരെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ അവരെടുത്തില്ല, പെട്ടെന്ന് SAT കൊണ്ടുപോകാൻ പോയി. SAT കൊണ്ടുപോയി. അവിടുത്തെ കാർഡിയോളജി ഡോക്ടർ സുൽഫിക്കർ സാറായിരുന്നു. സാർ എന്നെ വിളിച്ചിട്ട്, കുഞ്ഞിനെ നിങ്ങൾ ഉപദ്രവിച്ചത് അമ്മമാർക്ക് വഴിവിട്ട ജീവിതങ്ങൾക്ക് പോകുന്നതിന് വേണ്ടി കുട്ടിയെ കൊല്ലാൻ നോക്കിയതാണ്, കേസാക്കും എന്നൊക്കെ പറഞ്ഞു. എൻ്റെ അടുത്ത് മോൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു അടിച്ച പാടുണ്ടായിരുന്നു. ഈ കൈ ഇങ്ങനെ പൊള്ളി, അങ്ങനെ എന്തെങ്കിലും കുഞ്ഞു പോയി ലൈനിൽ പിടിച്ചതാണെന്ന്. അപ്പോൾ അടിച്ച പാടെന്ന് പറയുമ്പോൾ സാറേ, എൻ്റെ സഹോദരൻ്റെ കുഞ്ഞു മോനും എൻ്റെ മൂത്ത മോനും ഓരോ വയസ്സിന് ഇളയതാണ് അവർ രണ്ടുപേരും. അപ്പോൾ മോനും കൂടെ നിൽക്കുമ്പോഴാണ് കമ്പിയിൽ ഇവൻ തൂങ്ങി നിൽക്കുന്നത്. അപ്പോൾ ഇവൻ എന്ത് ചെയ്തെന്നറിയോ, മടലെടുത്ത് ഇവനെ എറിഞ്ഞതിൽ പിള്ള താഴെ വീണേനെ, അല്ലെങ്കിൽ അതിൽ തന്നെ അങ്ങ് നിൽക്കുമായിരുന്നു.
ഓ. ആ പാടിങ്ങനെ കിടന്നു. അപ്പോൾ അടിച്ച പാടാണെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ എടുക്കും. എൻ്റെ മോനും ബോധം വീണപ്പോൾ ഡോക്ടർ പറഞ്ഞത് എൻ്റെ പിള്ളേക്ക് ഉള്ളിൽ ഓർമ്മയുണ്ടായിരുന്നു. അപ്പോൾ ഓർമ്മ വീണപ്പോൾ ഡോക്ടർ അടുത്ത് പറഞ്ഞു, എൻ്റെ ഉമ്മച്ചി ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് ഡോക്ടർ എന്ന് 6ൽ പഠിക്കണമെന്ന്. അപ്പോൾ ഡോക്ടർക്ക് ഭയങ്കര സന്തോഷമായി. ഡോക്ടറിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ, ഇത്രയും കാലം നല്ല കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ പോയി ഇനിയെങ്കിലും എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യും, നിങ്ങൾ ഇവിടെ ഇരുന്ന് കരയരുതെന്ന് പറഞ്ഞു, കരഞ്ഞുകൊണ്ടിരിക്കരുതെന്ന് പറഞ്ഞ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു രാത്രി ഉണർന്നിരിക്കണം, മകൻ ഇങ്ങനെ കൈ പൊക്കുന്നുണ്ട്, എന്തോ പറയുന്നുണ്ട്. അപ്പോൾ അവൻ ചോദിക്കുന്നത്, ഓർമ്മ വീഴുമ്പോൾ ചോദിക്കുന്ന സ്ഥലം ഞാൻ പോസിറ്റീവും നെഗറ്റീവും എന്നാണ് എന്തോ പറയില്ലേ, കറണ്ട് ലൈനിൽ. അപ്പം ഞാൻ ഒരു കമ്പിയിലല്ലേ തൊട്ടുള്ളൂ, 2 കമ്പി തൊട്ടാലല്ലേ കറണ്ട് അടിക്കുകയുള്ളൂ, എന്തൊക്കെയാണ് ഡോക്ടറോട് ചോദിച്ച ചോദ്യം. അപ്പം ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇതൊക്കെ ഇങ്ങനെ ചോദിച്ച് മോ എവിടെയെങ്കിലും പഠിച്ചതാണാവോ? ഞാനത് ലബോറട്ടറി അവിടെ സ്കൂളിൽ ലാബുണ്ടല്ലോ സാറേ, അവിടെ കെമിസ്ട്രി ലാബിൽ നിന്ന് പഠിച്ചതാണ്. പഠിച്ചത് വെച്ച് പുള്ളി പരീക്ഷ നോക്കിയതാണ്, ചെയ്തതാണ് സാർ, അതിൽ പിടിച്ചതാണ്. അപ്പോൾ അങ്ങനെ ജീവിതം തിരിച്ചു കിട്ടിയത് ഈ ഒരു അനുഗ്രഹത്തിന്റെ ഭാഗമാണ്. തീർച്ചയായിട്ടും സാർ, തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം ഇങ്ങനെ ഡോക്ടറിന്റെ പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാ കുട്ടികളെയും കൊണ്ട് വന്നവരെ എപ്പോഴെങ്കിലും ഈ മടുത്തിട്ടുണ്ടോ, തോന്നിയിട്ടുണ്ടോ മതിയാക്ക് ഇത് നിർത്താം ഇനി ഇത് വേണ്ട? അങ്ങനെ തോന്നിയിട്ടില്ല. ഇല്ല, തളരൂല്ല, ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹം. എന്തെങ്കിലും ഒരു വയ്യായിക എനിക്ക് പെട്ടെന്ന് വന്നാലും ഞാൻ വിചാരിക്കും, അല്ലാഹ് അവരെൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞില്ലേ, ഇപ്പം ഞാനിവിടെ കിടന്നാൽ എങ്ങനെ എനിക്കത് ചെയ്യണ്ടേ? ഇതിനിടയിലൂടെ ഈ നിസ്കാരം, നോമ്പ് ഇതൊക്കെ നടക്കുമോ? സാധാരണ ഇപ്പൊ ഈ പർദ്ദ അല്ലെങ്കിൽ ഈ വസ്ത്രം എന്നൊക്കെ പറയുന്നത് പൊതുവിൽ ഞാൻ ആളുകൾ പറയും, എനിക്കൊരു തടസ്സമല്ല സാർ. ഇതുവരെയും വസ്ത്രം, എൻ്റെ ജാതിയോ എൻ്റെ മതമോ എൻ്റെ വസ്ത്രമോ ഒന്നും എനിക്ക്, ഞാൻ സ്ത്രീയാണെന്നുള്ള ഒരു തടസ്സവും എനിക്കില്ല. ഞാൻ കല്യാണത്തിന് മുന്നേ, കല്യാണം കഴിഞ്ഞതിന് ശേഷവും 6 മണി കഴിഞ്ഞ് പുറത്തിറങ്ങാത്ത വ്യക്തിയാണ്. ഒരീച്ച പറഞ്ഞാൽ പോലും പേടിയാണ്. ഇപ്പോൾ എത്ര മണിയാവും വീട്ടിൽ കയറുമ്പോൾ? ഇപ്പോൾ എത്ര മണിയായാലും റോഡിൽ കാണും, അല്ലെങ്കിൽ ബസ്സിൽ കാണും. എന്താ സാർ, ഒരു മനുഷ്യൻ്റെ ജീവിത സാഹചര്യമാണ് ഒരു മനുഷ്യനെ മാറ്റുന്നതെന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ഇത്രയും ത്യാഗവും ഇത്രയും സമയവും ഇത്രയും സേവനവും ഒന്നും ചെയ്യുന്നത് സ്വന്തം സാമ്പത്തിക താല്പര്യത്തിനോ നേട്ടത്തിനോ വേണ്ടി അല്ല സാർ, തീർച്ചയായിട്ടും അല്ല, ഒരിക്കലും അല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നേ ഞാൻ കോടിപതിയായനെ. 2011 DLSയിൽ വന്നതാണ് സാറേ. അതിനു മുന്നും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യുമായിരുന്നു. ഇങ്ങനെയുമുണ്ട് മനുഷ്യർ നമ്മുടെ ചുറ്റുപാടുകളിൽ. നമ്മളൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ സേവനങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ ചെറിയ സംഗതികളുടെ പേരിൽ പെട്ടെന്ന് ആശയും നിരാശയും അംഗീകാരവും അല്ലെങ്കിൽ അംഗീകരിക്കാതിരിക്കുമ്പോഴുള്ള പരിഭവമൊക്കെ തോന്നുമ്പോഴാണ് തമീസ ഈ പറഞ്ഞ രാപകലില്ലാതെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തെക്കുറിച്ചാണ് പറഞ്ഞത്. 750 രൂപ എന്ന് പറയുന്ന ആഴ്ചയിൽ ഒരു ദിവസമോ മറ്റോ കിട്ടുന്ന സേവന പ്രവർത്തനങ്ങൾക്കപ്പുറത്ത് എത്രയോ യാത്രാ ചിലവുകളും എത്രയോ പിന്നെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും താണ്ടിയായിരിക്കും എത്തുക. ഇപ്പോൾ കിലോമീറ്ററുകൾ ഇപ്പുറത്തേക്ക് എനിക്ക് തമീസയെ കാണണമെന്ന് പറഞ്ഞപ്പോൾ, നമ്മൾ സാധാരണ ഇപ്പോൾ ഒരാളിനെ കാണണം അല്ലെങ്കിൽ ഒരു പരിപാടിക്ക് വിളിക്കുന്നു പറയുമ്പോൾ ഏറ്റവും സമ്പന്നനായ ആളാണെങ്കിൽ പോലും ബാക്കി ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാറുണ്ട്. ഇതിപ്പോൾ അങ്ങനെയൊന്നും ആലോചിച്ചില്ല. അതെന്താ അങ്ങനെ ആലോചിക്കാത്തത്? ഇല്ല, എനിക്ക് സാറിൻ്റെ അടുത്ത് ഇത് കുറച്ച് ആൾക്കാരുടെ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ പറഞ്ഞിട്ട് സാർ, എനിക്ക് ആ ഊണിലും ഉറക്കിലും ആ കൊച്ചുമോനക്കൊരു വീട് വേണം സാർ. അതാണ് ഞാനൊരു സേഫായിട്ടുള്ള ഒരു റൂമെങ്കിലും സേഫാക്കി അവനക്ക് കൊടുക്കണം. സ്ഥലമുണ്ടോ അവന്? സ്ഥലമുണ്ട് സാർ. അത് ഞാൻ അവരുടെ വാർഡ് മെമ്പറുടെ അടുത്ത് പോയി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ 4 ലക്ഷം രൂപ തരാം മാഡം, പക്ഷേ ഈ ആ മേഖലയിൽ അത്രയും കയറണമെങ്കിൽ 4 ലക്ഷം രൂപ സാധനങ്ങൾ കൊണ്ട് കയറുന്നതിനാകും. ഇത് ഏത് സ്ഥലത്താണ്? കൊല്ലത്ത് ഇടമുളയ്ക്കൽ പഞ്ചായത്തിൽ. വാർഡിൻ്റെ പേര്, മോൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് സാർ. അപ്പോൾ അപ്പോഴും ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്, ഈ പറഞ്ഞ മനുഷ്യരുടെ പ്രയാസങ്ങളെക്കുറിച്ചാണ്. അതുകൊണ്ട് സേവന പ്രവർത്തനങ്ങൾ ഈ പഠിച്ചു ചെയ്യുന്നവരും അല്ലാത്തവരുമായ ആളുകളൊക്കെയും ഓർക്കേണ്ട ഒരു ജീവിതപാഠം കൂടി ഇതിലുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ ഈ അഭിമുഖത്തിലൂടെ കേട്ടത് തമീസ എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ, ഒരു വിശ്വാസിയുടെ സമാനതകളില്ലാത്ത ത്യാഗോജ്വലമായ ജീവിതത്തിൻ്റെ ഒരു ബാക്കി പത്രമാണ്. യഥാർത്ഥത്തിൽ എന്നെ കാണാൻ ഞാനിവിടെ ക്ഷണിച്ചു വരുത്തുമ്പോൾ ഭക്ഷണം പോലും കഴിക്കാതെ ഓടി വന്ന് ആദ്യം നിർവഹിക്കുന്നത് തൻ്റെ ഉടമസ്ഥനോടുള്ള പ്രാർത്ഥനയാണ്. പോകുമ്പോഴും അങ്ങനെയാണ്. വീട്ടിലെത്തിയപ്പോൾ 11:30 മണിയോളം രാത്രിയായെങ്കിലും ജീവിത യാഥാർത്ഥ്യങ്ങളുടെയും വിശ്വാസത്തിൻ്റെയും നിർഭയത്വത്തിലാണ് അവർ ജീവിക്കുന്നത്. അവരുടെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കേണ്ട ബാധ്യത നമുക്ക് കൂടിയുണ്ട്. അതുകൊണ്ട് ഇത്തരം മനുഷ്യസ്നേഹികളായ മനുഷ്യരെ നിലനിർത്തേണ്ടത് നമ്മുടെ കൂടി ബാധ്യതയാണ്. കാരണം നമ്മളുടെ മനസ്സിൽ നാം ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ് ഇവരുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇവർ നിർവഹിക്കുന്നത്.
അതുകൊണ്ട് അവരെ സഹായിക്കുന്നതിന് ഒരു കൂട്ടായ്മ, ഒരു വിൻഡോ ഉണ്ടാക്കണമെന്ന് ഞാൻ വിചാരിച്ചു. അതനുസരിച്ച് അതിൻ്റെ വിശദാംശങ്ങൾക്ക് താഴെ പറയുന്ന ആളുകളിലേക്കും ഫോണിലേക്കും അക്കൗണ്ടുകളിലേക്കും ഒക്കെ നിങ്ങൾക്ക് സഹായം നൽകാവുന്നതാണ് എന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ.